അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായത്? എന്താണ് ചോദ്യം? നമുക്ക് പെട്ടെന്ന് പറഞ്ഞ, ഒരു പ്രശ്നം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഒരു കുഴപ്പമുണ്ടായത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രയാസം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ കർത്താവ് തന്നെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്, അല്ലേ? നമ്മളിടയ്ക്ക് ചോദിക്കാറില്ലേ, എന്താണ് ഈ പ്രശ്നം ഉണ്ടായത്? എന്താ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ വെള്ളരിക്കുണ്ട് ഇന്ന് കാലത്ത് തന്നെ ഇവിടെ ഓടി എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രശ്നം ഇതാണ്: ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഫറവോ ഇവരെ പറഞ്ഞു വിട്ടു. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി താന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, പണിയെടുക്കാൻ ആളില്ല. നമ്മുടെ വീട്ടിൽ സർവൻ്റായിട്ടൊരാളുണ്ടായിരുന്നു, ശല്യമായതുകൊണ്ട് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു വിടണ്ടിയില്ലായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വിട്ടവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ സൈന്യം വരികയാണ്. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ സൈന്യം വരുന്നു, മുൻപിൽ കടലാണ്. എടുത്തു ചാടിയാൽ കടലിൽ മുങ്ങിച്ചാവും, അല്ലെങ്കിൽ ഇവരുടെ വാൾത്തല ഏറ്റ് മരിക്കും, അല്ലെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒന്നില്ലെങ്കിൽ കടലിൽ മുങ്ങിച്ചാവുക, അല്ലെങ്കിൽ വാള് കൊണ്ട് വെട്ടേറ്റ് മരിക്കുക. ഇതാണ് 2 ഓപ്ഷൻ. ഏത് വേണം എന്ന്. അപ്പോൾ ഇതാണ് അവരുടെ പ്രശ്നം. ഇസ്രായേൽക്കാരുടെ ഈ വലിയ പ്രതിസന്ധി. ജീവനില്ല, എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് എന്ന് ദൈവം പറയാണ്. നിങ്ങൾ ഒച്ചയുണ്ടാക്കണ്ട, നിങ്ങൾ ബഹളമുണ്ടാക്കണ്ട, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. ഇന്ന് ഈ ഫറവോയുടെ ഈ ആളുകൾ വഴി, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വഴി ഞാൻ മഹത്വം പ്രാപിക്കുന്നത് നിങ്ങൾ കാണും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ പ്രശ്നമുണ്ടായതിൻ്റെ പരിണിത ഫലം എന്താണ്? പരിണിത ഫലമായിട്ട് ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് എത്രയോ കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്, അല്ലേ? ഇന്ന് ഏകദേശം ഒരു 3000 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടത്, അതിൻ്റെ ഉള്ളിലൂടെ ഇസ്രായേൽ ജനത കാൽ നനയാതെ അക്കരെ എത്തിയത്, ഫറവോയുടെ സൈന്യം മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചത് ഒക്കെ നമ്മൾ ഇപ്പോഴും ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം അത് വെളിപ്പെട്ടു എന്നതാണ് പ്രതിസന്ധി ഉണ്ടായതിൻ്റെ അനന്തരഫലം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, നമ്മൾ ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. ആ പ്രതിസന്ധിക്ക് കാരണമായ പല തിന്മകളും വെള്ളത്തിൽ മുങ്ങി ചത്തതുപോലെ ഇല്ലാതെയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കും: ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരം, അതാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്, അതാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, അതാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതും എല്ലാം പരിപാലിക്കുന്നതും എല്ലാം നിയന്ത്രിക്കുന്നതും. അങ്ങനെ ഈ പ്രതിസന്ധി ദൈവമഹത്വത്തിന് കാരണമായി. വീണ്ടും കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, കുടുംബജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മക്കളെക്കുറിച്ചൊക്കെയുള്ള, ജോലിയുടെ മേഖലയിൽ, വിവാഹത്തിൻ്റെ മേഖലകളിൽ ഒക്കെ വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ദൈവം നമ്മെ അതിൽ മുങ്ങിപ്പോകാതെ അക്കരെ കടത്തുകയും ആ തിന്മകൾ പിന്നെ നമ്മൾ ഓർക്കാത്ത വിധം ഇല്ലാതെയാവുകയും ഒക്കെ എത്രയോ വട്ടം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെളിപ്പെടുന്നത് ദൈവമഹത്വമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത്?
എന്തിനാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നാണ്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയേ. നമുക്ക് കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി ഒരു അവസരം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് നമുക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തത് മൂലം നമ്മൾ പെറുപെറുക്കുകയും ആകുലപ്പെടുകയും നമ്മൾ പരിതപിക്കുകയൊക്കെ ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. നമ്മുടെ പാപങ്ങൾ, ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോ.